നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്ക് അറിയാം? എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ചരിത്രത്തിൽ ധീരോജ്വലമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് എസ്തേറിന്റെ പുസ്തകത്തെ കാണുവാൻ കഴിയുന്നത്. ആഗാഗ്യനായ ഹാമാൻ മൊർദെഖായോടുള്ള അസൂയ നിമിത്തം അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് യഹൂദന്മാരെ ഒക്കെയും കൊന്നുമുടിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഈ സമയം എസ്തേർ ശൂശൻ രാജധാനിയിൽ രാജ്ഞിയായി തീർന്നിരുന്നു. യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി രാജാവിനോട് അപേക്ഷിക്കുവാൻ മൊർദെഖായി ദൂതൻ മുഖാന്തരം എസ്തേറിനോട് അറിയിച്ചു. എന്നാൽ രാജാവ് രാജധാനിയിൽ അനുവാദം കൂടാതെ ചെല്ലുന്നവരുടെ നേരെ പൊൻചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ മരണമായിരുന്നു ശിക്ഷാവിധി. ഈ സാഹചര്യത്തിൽ രാജാവിനോട് യഹൂദന്മാരുടെ രക്ഷയ്ക്കായി എസ്തേർ അപേക്ഷിക്കേണ്ട ആവശ്യം അറിയിച്ചപ്പോൾ ആദ്യം എസ്തേർ ഒഴികഴിവ് പറഞ്ഞുവെങ്കിലും മൊർദെഖായിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ രാജധാനിയിൽ ജീവൻ അവഗണിച്ചു പോയി. യഹൂദന്മാരുടെ രക്ഷയ്ക്കായി രാജാവിനോട് അപേക്ഷിക്കുവാൻ തയ്യാറായി. എന്നാൽ രാജധാനിയിൽ പോകുന്നതിന് മുമ്പായി എസ്തേർ മൊർദെഖായിയോട് ആവശ്യപ്പെട്ടത് യഹൂദന്മാർ എല്ലാവരും 3 ദിവസം തനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്നതായിരുന്നു. തുടർന്ന് യഹൂദന്മാർക്കുണ്ടായ അത്ഭുതകരമായ രക്ഷയെക്കുറിച്ച് എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. ഏത് കാലത്തും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വിടുതലുണ്ട്. വിശുദ്ധ ബൈബിളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന. കർത്താവിൻ്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അതുതന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് മാതൃകയായിരുന്നു. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ ആയുധമാണ്. ആയുധമില്ലാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ പ്രയാസമാണ്. ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ പ്രാർത്ഥന കൂടാതെ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോസ്തലന്മാർ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 6-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആദിമസഭയിൽ ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാരെടുത്ത തീരുമാനം എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി പ്രാർത്ഥനാ സ്വഭാവമുള്ളവനായിരിക്കും. പ്രാർത്ഥന പോലെ ശക്തിമത്തായ വേറൊരു ആയുധമില്ല. ലോകത്തിന് മാറ്റം വരുത്തുന്ന ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതിനുവേണ്ടി നാം ദൈവസേനയിൽ ജാഗരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ സ്വഭാവം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും സമാധാനം ഉണ്ടാകും. ഒരു വിശ്വാസിക്ക് രാവിലത്തെ താക്കോലും വൈകിട്ടത്തെ പൂട്ടുമാണ് പ്രാർത്ഥന എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ആത്മാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവസേനയെ കടന്നു നിന്ന് അപേക്ഷിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. നാം നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിലുപരി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. സമർപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ദൈവനാമത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവഹിതമറിഞ്ഞ് ദൈവഹിതത്തിനായി മല്ലിപ്പിടിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദൈവശക്തി ഒരു ട്രെയിനാണെങ്കിൽ അതിനോടാനുള്ള പാളമാണ് പ്രാർത്ഥന. കുറച്ച് പ്രാർത്ഥന കുറച്ച് ശക്തി, കൂടുതൽ പ്രാർത്ഥന കൂടുതൽ ശക്തി. പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്ക് ആത്മശക്തി ലഭിക്കുകയില്ല. നമ്മുടെ ജീവിത പദ്ധതിയുടെ ഉറപ്പ് കൂടിയാണ് പ്രാർത്ഥന. ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുകയില്ല. വിശ്വാസികളുടെ അളവുകോൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമേ നിൽക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യമാണ്. പ്രാർത്ഥനാ മുറിയിൽ ആനന്ദം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ആത്മീയ സത്യങ്ങളുടെ കലവറ തുറന്നു കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് യാചിക്കുക, അപേക്ഷിക്കുക, ഇടിവിൽ നിൽക്കുക, പക്ഷപാതം ചെയ്യുക എന്നീ അർത്ഥങ്ങളൊക്കെയുണ്ട്.
നാം ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാം ലോകത്തിന് വേണ്ടിയും അതുപോലെ സൊദോം ഗൊമോറയ്ക്ക് വേണ്ടിയും ഇടിയിൽ നിന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യഹോവയെ കാത്തിരുന്ന് ദിനംതോറും ശക്തിയെ പുതുക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായി. ദൈവത്തെ എതിരേൽപ്പാൻ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഗേത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്നാണ്. ആ കൃപാസനത്തിലേക്ക് നമുക്ക് ധൈര്യമായി അടുത്തിയല്ല. നാം ദൈവഹിതം പറഞ്ഞ് ശരിയാവണ്ണം പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമുക്കായി വാതിലുകളെ തുറക്കും.